55ഓളം സീറ്റ് ഉണ്ടായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ 45 സീറ്റിനപ്പുറം പോകാൻ പറ്റില്ല എന്നും 10 സീറ്റിൽ ടൈറ്റ് മത്സരമാണെന്നും 51 കടക്കില്ല എന്നുമാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും ഇന്നലകളിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ചർച്ചയുടെ ആകെ ചിത്രം. അങ്ങനെ വന്നപ്പോഴാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാഷ് ഡയസിലിരിക്കുന്നു. ഇപ്പുറത്ത് വി ജോയിയും കരമനഹരിയും അടക്കമുള്ള IB സതീഷും അടക്കമുള്ള വളരെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാം കൂടി ഇപ്പുറത്തുണ്ട്. സെക്രട്ടേറിയറ്റ് മെമ്പർമാർ BP മുരളി, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അപ്പൊ ഇവരെല്ലാം കൂടി ഇരിക്കുന്ന യോഗത്തിൽ കരമനഹരിയുടെ കൂട്ടപ്പൊങ്കാലയായിരുന്നു. അവിടെ പല കരമനഹരിക്ക് കൊടുത്ത ജോലികൾ ചെയ്തില്ല എന്നുള്ള ജോയിയുടെ വിമർശനം. അപ്പൊ ജോയി പണ്ട് കരമന നിക്കറിട്ട് നടന്ന കാലത്ത്, അല്ലെങ്കിൽ കപ്പലണ്ടി കച്ചവടം നടത്തിയ കാലത്ത്, അല്ലെങ്കിൽ ജോയി മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ബിസിനസ്സും ഒക്കെ നടന്ന കാലത്തെ ഞാൻ ബാലസംഘം മുതൽ കയറി വന്നതാണ് എന്ന് കരമനഹരിയുടെ ആവേശപ്പെടൽ, ഊർജപ്പെടൽ, വലിയ തർക്കം നടന്നു. പിന്നെ അതുപോലെ തന്നെ ദീപക് വേറെയും കഥകൾ നടന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് കടകംപള്ളി സുരേന്ദ്രന്റെ നോമിനി ആയിട്ടുള്ള ദീപക്കിനെ, പേട്ടയിലെ ദീപക്കിനെ ആണ് എന്താണ് നമ്മുടെ മേയർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹൈപ്പ് ഉണ്ടാക്കി. അതിനെ വളരെ കൃത്യമായി വഞ്ചിയൂരിലുള്ള വഞ്ചിയൂർ ബാബുവും അതുപോലെ തന്നെ വിളപ്പിൽ മത്സരിച്ച ശിവജിയും, രണ്ടുപേരും ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരാണ്. അവർ രണ്ടുപേരും വലിയ ബഹളം ഉണ്ടാക്കി. അങ്ങനെ കടകംപള്ളി സുരേന്ദ്രന്റെ ഗ്രൂപ്പും ബി ജോയിയെ സംബന്ധിക്കുന്ന ഗ്രൂപ്പും അങ്ങനെ CPM-നകത്തുള്ള പല ഗ്രൂപ്പും പല വഴിക്ക് തിരിഞ്ഞ് ചേരി തറത്തുന്നു. ഈ ഗ്രൂപ്പ് തിരുവനന്തപുരം ജില്ലയിൽ തുടങ്ങിയിട്ട് ഇപ്പൊ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അന്ന് കോലിയക്കോട് കൃഷ്ണൻ നായർ ഒരു വശത്ത്, ഇന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതുപോലെ പുറത്തു നിൽക്കുന്ന, മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല, എന്നാലും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നൊക്കെ പ്രായം കൊണ്ട് ഒഴിവാക്കിയ, എന്നാൽ അദ്ദേഹത്തെക്കാൾ പ്രായമുള്ളവരകത്തുള്ളപ്പോൾ പ്രായം കൊണ്ട് കണ്ടാൽ പ്രായം തോന്നുന്ന രീതിയിൽ ഒഴിവാക്കിയ പിരപ്പങ്കോട് മുരളി, നാടകകൃത്തും എഴുത്തുകാരനും ഒക്കെ ആയിരുന്ന ഭാവനപുരം MLA ആയിരുന്ന പിരപ്പങ്കോട് മുരളിക്ക് ശേഷമാണ് കോലിക്കോട് കൃഷ്ണൻ നായർ കോലിക്കോട് കൃഷ്ണൻ നായർ ഇവർ രണ്ടുപേരും MLA-മാരായിരുന്നു പല ഘട്ടത്തിൽ. എന്റെ പീരീഡ് കറക്റ്റ് ഞാൻ ഓർക്കുന്നത്. എന്തായാലും MLA-മാരായിരുന്നു. ആ രണ്ടുപേരും രണ്ട് പക്ഷത്ത് നിന്നുകൊണ്ട് കാട്ടായിക്കോണം വി ശ്രീധരന്റെ കാലത്ത്, കാട്ടായിക്കോണം വി ശ്രീധർ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ പൊരിഞ്ഞ തല്ല്. അന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത VS-ന്റെ ഗ്രൂപ്പ് എന്നും പിണറായിയുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ നയനാരുടെ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് വളരെ പൊരിഞ്ഞ പോരായിരുന്നു എല്ലാ ജില്ലാ കമ്മിറ്റികളിലും നടന്നിരുന്നത്. പക്ഷെ അതെല്ലാം കാലം കഴിഞ്ഞ് സംസ്ഥാനത്താകെ VS-ന്റെ ഗ്രൂപ്പ് തളർന്നപ്പോൾ, VS-ന്റെ സംവിധാനത്തൊക്കെ തളർന്ന് VS-ന്റെ ഇതിനൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ പിരപ്പങ്കോട് മുരളിയെപ്പോൾ കൂടെ നിന്നവരെല്ലാവരും അങ്ങ് തളരുകയോ പാർട്ടി മാറുകയോ മതിയാക്കുകയോ ചെയ്തപ്പോൾ ഇപ്പുറത്ത് പിണറായി വിജയന്റെ കൂടെ നിന്ന മുഴുവൻ പേർക്കും അവിടെ ഒരു അപ്പർ ഹാൻഡ് കിട്ടുകയും ഒരു പരിധിവരെ ഗ്രൂപ്പ് രാഷ്ട്രീയം ഇല്ലാതാവുകയും ചെയ്തതാണ്. എന്നാൽ അതിനുശേഷം അത് ഉള്ളപ്പോൾ തന്നെ M വിജയമ്മന്റെ നേതൃത്വത്തിലുള്ള ചില ഗ്രൂപ്പുകളുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ ശക്തനായ ഒരു ഗ്രൂപ്പ് നേതാവാണ്. അങ്ങനെ തിരുവനന്തപുരത്ത് ഈ ഗ്രൂപ്പിസം ഇങ്ങനെ വന്നപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി സ്ഥാനാർത്ഥി നിർണയത്തിൽ അടുത്ത മേയർ ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ തർക്കം നടന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഗായത്രി ബാബു എന്ന് പറയുന്ന വഞ്ചിയൂർ ബാബുവിന്റെ മകളും ജമീല എന്ന് പറയുന്ന പേരൂർക്കടയിൽ നിന്ന് ജയിച്ച ഏറ്റവും സീനിയർ ആയിട്ടുള്ള CPM മെമ്പറും ഉള്ളപ്പോഴാണ് ജൂനിയർ ആയിട്ടുള്ള 21 വയസ്സുകാരിയായ ആര്യ രാജേന്ദ്രനെ മേയറാക്കിയത്. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന് പ്രതിപക്ഷവും BJP-യും ചോദിച്ചതുപോലെ എവിടെ ആര്യ രാജേന്ദ്രൻ ഒളിവിൽ പോയി. അവർ ഈ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയില്ല. ഇവിടെ വലിയ സമ്മാനം കിട്ടി, അവാർഡ് കിട്ടിയ ഒരു നഗരസഭ ഒരു കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടും അവർ ഇറങ്ങിയില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആര്യ രാജേന്ദ്രൻ ഇല്ലായിരുന്നു. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് തിരുവനന്തപുരം CPM-ൽ നടക്കുന്നത്. ഇനിയാണ് ബാക്കി രാഷ്ട്രീയം. എന്താണെന്നറിയാമോ? നാളെ ഈ സമയം കഴിയുമ്പോഴാണ് തല്ലോട് തല്ലും പൊങ്കാലയും പരസ്പരം പുറത്താക്കലും അകത്താക്കലും വിഴുപ്പലക്കലും ഇനി അടുത്ത ദിവസം വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും ഉണ്ടാകും. അതേസമയം ഭൂരിപക്ഷം കിട്ടിയാൽ, അബ്സല്യൂട്ട് ആയിട്ടുള്ളൊരു മെജോറിറ്റി 3-2 അല്ലെങ്കിൽ 50, 55, 60 സീറ്റ് CPM കിട്ടിയാൽ തൽക്കാലം പിന്നെ മേയർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാത്രമേ തല്ലുണ്ടാകുള്ളൂ. അതേസമയം CPM താഴോട്ട് പോയാൽ 50-ൽ നിന്ന് താഴോട്ട് പോവുകയും കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ സ്വതന്ത്രന്റെയോ ആരുടെയെങ്കിലും ഒക്കെ സഹായത്തോടു കൂടി മാത്രമേ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടുകയുള്ളൂ എന്ന സാഹചര്യം വന്നാൽ, ഇപ്പോൾ കേൾക്കുന്ന അനുസരിച്ച് BJP ഒറ്റക്കക്ഷിയാവുകയും എന്നാൽ 45 സീറ്റിനപ്പുറത്തോട്ട് പോകാൻ BJP-ക്ക് കടമ്പകൾ ഉണ്ടെന്നും ആ കടമ്പകൾ ഉള്ളത് കൊണ്ട് തന്നെ ബാക്കി 55 സീറ്റ് പിടിച്ച CPM-ൽ കൂടുതൽ സീറ്റ് CPM-ന് കിട്ടുകയും അതിൽ കുറച്ച് 10-20 സീറ്റിനകത്ത് കോൺഗ്രസ് നിൽക്കുകയും അങ്ങനെ വരുമ്പോൾ 45 BJP-യും 55 CPM-ഉം കോൺഗ്രസും കൂടെ ഒന്നിക്കുകയും CPM ഭരിക്കുകയും ചെയ്യുമെന്നുള്ള പ്രവചനങ്ങളും കാര്യങ്ങളുമാണ് കാൽക്കുലേഷൻ വന്നിരിക്കുന്നത്. 55 സീറ്റിന് മുകളിൽ അല്ലെങ്കിൽ 51 സീറ്റിന് മുകളിൽ BJP കിട്ടിയാൽ
കഥ ഒന്നും സംഭവിക്കൂല, അവർ ഭരിക്കും. ഇനി അത് കോൺഗ്രസിന് കിട്ടാൻ ഒരു സാധ്യതയുമില്ല. ഇനി കിട്ടിയാൽ അവർ ഭരിക്കും. ഇതല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും കിട്ടാതെ CPM ഒറ്റയ്ക്ക് കിട്ടിയാലും CPM ഭരിക്കും. പക്ഷെ ഒറ്റയ്ക്ക് കിട്ടിയില്ല എങ്കിൽ അടുത്ത ദിവസം മുതൽ പുറത്താക്കലും ശിക്ഷാ നടപടികളും കാരണം കാണിക്കലും ഷോക്കാസ് നോട്ടീസ് കൊടുക്കലും അടക്കമുള്ള തിരുവനന്തപുരം ജില്ലയിലെ പഴയ ഒരു കാലത്ത് അടക്കി വെച്ചിരുന്ന, ഒരു കാലത്ത് വേണ്ടാന്ന് വെച്ചിരുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയം വീണ്ടും തിരുവനന്തപുരത്ത് ശക്തമായ നിലയിൽ തന്നെ വരാനുള്ള എല്ലാ സാധ്യതകളുമാണ് കണ്ടുവരുന്നത്. അത് തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിന്റെ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയം, ഞാൻ പറഞ്ഞല്ലോ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അത് കാട്ടായിക്കുളം വി ശ്രീധരന്റെ കാലം മുതൽ പെരപ്പങ്കോട് മുരളിയും കോലിക്കോട് നായരും തുടങ്ങി ഇങ്ങനെ വന്ന് ഇപ്പോൾ അത് ഒരു ഭാഗത്തേക്ക് പോയി നിൽക്കുകയായിരുന്നു. പക്ഷെ ആ നിന്നതിന് അപ്പോഴും കരമന ഹരിയെ പോലെയുള്ള ആളുകൾ, അതുപോലെ ഈ പല ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ അപ്പോഴും ചെറിയ ബഹളമൊക്കെ തിരുവനന്തപുരത്ത് സുന്ദർ ഇങ്ങനെ ചെറിയ ബഹളമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ ആ ബഹളത്തെയൊക്കെ അടച്ചടച്ചാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആനാവൂർ നാഗപ്പന്റെ കാലം വരെ അദ്ദേഹത്തിന് വലിയ അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ പക്വതയും ഉണ്ടായിരുന്നു. കുറെ കൂടെ ജോയിക്ക് അത്ര പോരാ, ജോയിക്ക് ആ ഒരു പക്വത പോരാ. എല്ലാവരും കാര്യം ജോയി കുറച്ചുകൂടി ജൂനിയർ ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ അടുത്ത പ്രായക്കാരാണ് ബാക്കിയുള്ള അംഗങ്ങളൊക്കെ. കാര്യം BP മുരളിയെ പോലുള്ള സീനിയർ ആളുകൾ ഉണ്ട് അവിടെ. അപ്പൊ BP മുരളിയെ പോലുള്ള സീനിയർ ആളുകൾ ഇരിക്കുന്നു, M വിജയകുമാറിനെ പോലുള്ള ആളുകളുണ്ട്. അപ്പൊ വളരെ സീനിയർ ആളുകൾ ഒരു വശത്തിരിക്കുന്നു. അതിനേക്കാൾ ജൂനിയർ ആയിട്ടുള്ള ആൾ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇരിക്കുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ബാലസംഘ SFI DYFI എന്ന് പറഞ്ഞ് കയറി വന്ന ആളുമല്ല ഈ ജോയി എന്നാണ് എന്റെ വാദമല്ല, കരമന ഹരിയുടെ വാദം. അപ്പൊ ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരം CPM-നകത്ത് വലിയ ആഘോഷത്തിനുള്ള ഒരു അവസരമില്ലെങ്കിൽ സംഘർഷത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പലരെയും പുറത്താക്കാനും പല തരത്തിലുള്ള നടപടികൾ വരാൻ സാധ്യതയുണ്ട്. അതിന് ഏതൊക്കെ ഏരിയ കമ്മിറ്റിക്കെതിരെ നടപടി വരുന്നു, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ നടപടി വരുന്നു എന്ന് മാത്രമേ നമുക്കറിയാനുള്ളൂ. അതുപോലെ തന്നെ ജില്ലയിലെ പഞ്ചായത്തുകളുടെ കണക്കെടുത്താലും അവിടെ BJP വലിയ നേട്ടമുണ്ടാക്കും. അങ്ങനെ വലിയ നേട്ടമുണ്ടാക്കിയാൽ സ്വാഭാവികമായിട്ടും അവിടെയും CPM-ന്റെ നടപടികൾ വരാൻ സാധ്യതയുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകളിലും BJP നേട്ടമുണ്ടാക്കും. തൃശ്ശൂരിൽ BJP നേട്ടമുണ്ടാക്കും എന്ന് പറയുന്നു. ഇനി പന്തളം BJP പിടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 10-15 മുനിസിപ്പാലിറ്റികൾ തീർച്ചയായും ആര് പിടിക്കും? BJP പിടിക്കാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് ആണ് അപ്പർ ഹാൻഡ് കിട്ടുന്നത്. CPM-നേക്കാൾ അപ്പർ ഹാൻഡ് കോൺഗ്രസിന് കിട്ടും. ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ കിടപ്പുണ്ട്. പണമൊന്നും കൊടുത്തിട്ടും ആളുകൾക്ക് പെൻഷനും ആനുകൂല്യങ്ങളൊന്നും കൊടുത്തിട്ടും അത് വോട്ടായി കയറിയില്ല, ക്ലച്ച് പിടിച്ചില്ല. ഈ 1,10,00,000 രൂപയ്ക്ക് കാറ് വാങ്ങിയതും അല്ലെങ്കിൽ വാങ്ങാൻ എന്തേ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഇത്ര ബുദ്ധിയില്ലാതെ പോയോ? ഇന്ന് കഴിഞ്ഞിട്ട് കാറ് വാങ്ങിയാൽ പോരെ? അതിന്റെ ഇടയിൽ കൂടി എന്താണ് 1,10,00,000 കാറിന്റെ കഥ എടുത്തിട്ടത്? ആരോ പിണറായി വിജയന്റെ അഭാവത്തിൽ അദ്ദേഹത്തെ ചതിച്ചതാണ്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു വിവാദം എടുത്ത് ഇന്നലെ ഇടേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങളും ശബരിമലയുടെ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനും രാഹുൽ ഈശ്വറും ദിലീപിന്റെ കേസും എല്ലാം കൂടി കൊണ്ട് സ്ത്രീകൾ വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല, വന്നവർ തന്നെ മാറിക്കുത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ട്രെൻഡ്. അങ്ങനെയാണെങ്കിൽ CPM-ന് ഈ പ്രാവശ്യം വലിയ വില കൊടുക്കേണ്ടി വരും. അത് തിരുവനന്തപുരം ജില്ലയിലും വലിയ സംഘർഷത്തിലേക്കാണ് പോകുന്നത്. എന്താ സംഭവിക്കുക നമുക്ക് നാളെ ഈ സമയത്തൊക്കെ അറിയാം. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ പത്രങ്ങളും ചാനലുകളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് പോര് ഏതളവ് വരെ നീങ്ങും? പഴയ കാലത്തെ പോലെ 2 തരത്തിലുള്ള ഗ്രൂപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം സംസ്ഥാന തലത്തിൽ അങ്ങനെ ഒരു 2 ഗ്രൂപ്പ് ഇല്ല. ഇങ്ങനെ ആളുകളുണ്ട്, 2 ഗ്രൂപ്പിലും പെട്ട ആളുകൾ ഉണ്ടെങ്കിലും എല്ലാ ജില്ലയിലും ഉണ്ടെങ്കിലും അത് സംഘടിതമായ ഏകോപിതമായ ഒരു നേതാവ് ഇപ്പോൾ സംസ്ഥാന തലത്തിൽ ഇല്ല. ഇനി നാളെ അത് പിണറായി വിജയനും ഗോവിന്ദൻ മാഷിനും എതിരായിട്ട് ആരെങ്കിലും വളർന്നു വരുമോ എന്നിപ്പോ നമുക്ക് തൽക്കാലം പറയാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ ഇതിന്റെ പാരമ്യം നമുക്ക് കാണുവാനും കഴിയും.